الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ ഖുർആനിൽ നിന്ന്, റബ്ബിൻ്റെ കലാമിൽ നിന്ന് പഠിക്കാനും അതിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ആണ് നമ്മൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുക എന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. അള്ളാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ അൻസൽനാഹു ഇലൈക, നബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ച കിതാബാണിത്. മുബാറക്കുൻ, ബറക്കത്തുള്ള അനുഗ്രഹീതമായ കിതാബ്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിൽ ആയത്തുകളെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ചിന്തിച്ചു പഠിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നവനും, വഅല്ലമഹു, ഖുർആൻ പഠിപ്പിക്കുന്നവനുമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിക്കുകയും അത് ഏറ്റവും ശരിയായ രൂപത്തിൽ പാലിക്കുകയും ചെയ്തവരാണ് നമ്മുടെ മുൻഗാമികൾ, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല ആളുകളായ ഈ ഉമ്മത്തിലെ ആദിമ തലമുറ, സലഫു സാലിഹ്. നമുക്ക് ഹദീസ് ഉദ്ധരിച്ച മഹാനായ സഹാബി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നെ ഖുർആനിനോടുള്ള ആ മഹാനായ സഹാബിയുടെ അതിയായ താല്പര്യവും ആ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതവും പ്രസിദ്ധമാണ്. അൽ-ഇമാം ഇബ്ൻ കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, ഉസ്മാൻ്റെ കാലത്താണ് ഇസ്ലാമിക സാമ്രാജ്യം വിദൂരദേശങ്ങളിൽ പടർന്നു പന്തലിച്ചത്. ഉമറിൻ്റെ കാലത്തേക്കാൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് എത്തിയതിനും അപ്പുറത്തേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ വിജയക്കൂടി പാറുകയുണ്ടായി. ഇബ്ൻ കസീർ റഹിമഹുല്ലാ അതേക്കുറിച്ച് പറഞ്ഞു, മഹാനായ ആ ഖലീഫയുടെ ഖുർആനുമായുള്ള അഗാധമായ ബന്ധം, അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ ബറക്കത്തായിരുന്നു അത്. അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ ബറക്കത്തായിരുന്നു അത് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച് മഹാനായ ഇമാം ഇബ്ൻ കസീർ റഹിമഹുല്ലാ പറയുകയുണ്ടായി. ആ സഹാബിയുടെ അവസാന നിമിഷം പോലും ഖുർആനുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ ഫിത്നയുടെ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളയുകയും നോമ്പുകാരനായിരുന്ന ഉസ്മാനെ അവർ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത സന്ദർഭത്തിൽ ഉസ്മാൻ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ രക്തം ഉതിർന്നു വീണ ആ മുസ്ഹഫ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله എന്ന ആയത്തിലെ ഈ ഭാഗത്താണ് ഉസ്മാൻ്റെ രക്തം പതിഞ്ഞത്. ആ മുസ്ഹഫ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഉസ്മാൻ അന്ന് നോമ്പുകാരനായിരുന്നു. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയുണ്ടായി. സ്വപ്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമറും ഉണ്ടായിരുന്നു. അവർ ഉസ്മാനോട് പറഞ്ഞത്രേ, അഫ്തർ ഇൻദന ഉസ്മാൻ, ഉസ്മാൻ നോമ്പുതുറ നമ്മുടെ കൂടെയാക്കാം
എന്ന് പറഞ്ഞു എന്നാണ്. ആ മഹാനായ സഹാബി നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. റളിയല്ലാഹു അൻഹു വഅർദാഹ്. നോക്കൂ, ഈ ഹദീസ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ് എന്ന ഹദീസ് ഉസ്മാനിൽ നിന്ന് ഉദ്ധരിക്കുന്ന താബിഈ അബു അബ്ദുറഹ്മാൻ അസ്സുലമി ഖുർആൻ പണ്ഡിതന്മാരിൽ താബിഈങ്ങളിൽ പ്രമുഖനാണ്. അദ്ദേഹം മസ്ജിദിൽ ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാനായി സുദീർഘമായ വർഷങ്ങൾ ഒഴിഞ്ഞിരുന്നു. സുദീർഘമായ വർഷങ്ങൾ. ഇബ്ൻ ഹജർ അൽ അസ്ഖലാനി പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലം മുതൽ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന അമീറിൻ്റെ കാലം വരേക്കും, ആ കാലം എടുത്തു നോക്കിയാൽ പതിറ്റാണ്ടുകൾ വരും. ഉസ്മാൻ്റെ അവസാന കാലവും ഹജ്ജാജിൻ്റെ തുടക്കവും എടുത്താൽ തന്നെ 30-ലധികം വർഷങ്ങൾ വരും. ഏറ്റവും പരമാവധി എടുത്താൽ ഉസ്മാൻ്റെ കാലഘട്ടത്തിൻ്റെ തുടക്കവും റളിയല്ലാഹു അൻഹു ഹജ്ജാജിൻ്റെ അവസാനം വരെ എടുത്താൽ 70-ൽ പരം വർഷങ്ങൾ വരും. ഇത്രയും വർഷങ്ങൾ ജനങ്ങളെ ഖുർആൻ പഠിപ്പിക്കാനായി മസ്ജിദിൽ ആ ഉത്തരവാദിത്വവുമായി ഒഴിഞ്ഞിരുന്നു അബു അബ്ദുറഹ്മാൻ അസ്സുലമി. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ദാക്കല്ലദി അഖഅദനി മഖഅദി ഹാദാ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസാണ് എന്നെ ഈ ഇരിപ്പിരുത്തിയത് ജനങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ. ഏത് ഹദീസ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അള്ളാഹുവിൻ്റെ കലാം നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. അത് പാരായണം ചെയ്യാൻ, അതിലെ പാരായണം ഭംഗിയാക്കാൻ, അതുപോലെ അത് ഹെഫ്ളാക്കാൻ, മനഃപ്പാഠമാക്കാൻ. നിങ്ങളുടെ ജീവിതം മറ്റൊന്നായിത്തീരും. ജീവിതം മറ്റൊന്നായിത്തീരും. ബറക്കത്തിൻ്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. ഇതുപോലെ മനസ്സിന് നന്മയുണ്ടാക്കുന്ന, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മറ്റൊരു കാര്യവുമില്ല അള്ളാഹുവിൻ്റെ കലാമുമായുള്ള ബന്ധം. ഖുർആൻ പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക, അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കുക, അത് ഉറ്റാലോചിക്കുക, തദബ്ബുർ നടത്തുക. ഖുർആൻ തദബ്ബുർ നടത്തുക, ഉറ്റാലോചിക്കുക. അതുപോലെ അതിലെ ഏറ്റവും പരമമായ ലക്ഷ്യം അതെന്താണ്? അത് ഖുർആൻ ജീവിതത്തിൽ പാലിക്കുക എന്നതാണ്. അതിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഖുർആൻ അവതരണത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് ജീവിതത്തിൽ പാലിക്കാനാണ്. ബാക്കിയെല്ലാം അതിന് സഹായകമാകുന്ന കാര്യമാണ്. എല്ലാത്തിനും പുണ്യമുണ്ട്. കേൾക്കുന്നതിന്, വായിക്കുന്നതിന്, മനഃപ്പാഠമാക്കുന്നതിന്, അതിൻ്റെ തഫ്സീർ പഠിക്കുന്നതിന്, അത് ഉറ്റാലോചിക്കുന്നതിന് എല്ലാം അതിൻ്റെതായ ഗുണങ്ങളും ഖൈറുകളുമുണ്ട്. പക്ഷെ ആത്യന്തിക ലക്ഷ്യം അത് ജീവിതത്തിൽ പാലിക്കുക എന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നോക്കൂ, ഖുർആൻ പഠിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകൾ ആരാണ്? അഹ്ലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ആളുകളാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ജനങ്ങളിൽ ചില അഹ്ലുകാരുണ്ട്. അള്ളാഹുവിൻ്റെ അഹ്ൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആളുകളാണവർ, അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണവർ. അവരാരാണ്? അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകളാണവർ. ആരാണ് അഹ്ലുൽ ഖുർആൻ? ഖുർആൻ ജീവിതത്തിൽ പാലിക്കുന്നവരാണ്. അത് മനഃപ്പാഠമാക്കിയാലും ഇല്ലെങ്കിലും അവരാണ് അഹ്ലുൽ ഖുർആൻ. അത് മനഃപ്പാഠമാക്കുക ശ്രേഷ്ഠമായ കർമ്മമാണ്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം അത് മനഃപ്പാഠമാക്കിയ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പോലും അള്ളാഹു പ്രത്യേകമായ വസ്ത്രങ്ങളും മറ്റും പരലോകത്ത് അവരെ ആദരിച്ചുകൊണ്ട് നൽകുന്നതാണ്. ലോകത്തെ ഏത് സംഗതികളെക്കാളും വിലപിടിപ്പുള്ള ആദരവുള്ള അമൂല്യമായ അനുഗ്രഹങ്ങൾ അള്ളാഹു ഖുർആൻ പഠിച്ചവരുടെ മാതാപിതാക്കൾക്ക് പോലും നൽകുമെന്നാണ്. അവർ ചോദിക്കാൻ, എന്തിനാണ് ഞങ്ങൾക്കിത് ലഭിച്ചത്? അവരോട് മറുപടി പറയും, നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ സന്താനം ഖുർആൻ പഠിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നോക്കൂ, മുസ്ലിമീങ്ങളുടെ ആദ്യകാലം തൊട്ടേ ഉള്ള അവരുടെ പതിവാണ്. മുസ്ലിമീങ്ങളുടെ അവർ തുടർന്നു പോകുന്ന അവരുടെ രീതിയാണ് എന്ത്? കുഞ്ഞുമക്കളെ ഖുർആൻ പഠിപ്പിക്കുന്നത്. ചെറിയ കുട്ടികളിരുന്ന് ഖുർആൻ പഠിക്കുന്ന, കൺകുളിർപ്പിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയ കുട്ടികളിരുന്ന് ഖുർആൻ പഠിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണ്, മക്കളെ ഖുർആൻ പഠിപ്പിക്കുക എന്നത്. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പഠനം അത് ദിനചര്യയായിരിക്കണം. അതൊരു ദിനചര്യയായിരിക്കും. എപ്പോഴും ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തുക. അതിലെ ഒരൊറ്റ ആയത്ത് നീ ഹെഫ്ളാക്കുന്നത്, നീ ഈ ലോകത്ത് കാണുന്ന എത്രയോ അമൂല്യമായ, വിലമതിക്കാനാകാത്ത പല കാര്യങ്ങളെക്കാളും വിലയുള്ളതാണ്. ഈ വലിയ വിലയുണ്ടെന്ന് കാണുന്ന പലതിനേക്കാളും വിലയുള്ളതാണ്. അള്ളാഹുവിൻ്റെ കലാം പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക, ഹെഫ്ളാക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് ഖുർആൻ പഠിച്ചവനോട് പറയപ്പെടും, നീ ഉയർന്നു പോവുക, ഖുർആൻ ഓതുക, ഉയർന്നു പോവുക. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ, നീ ഇഹലോകത്ത് ഓതിയിരുന്നതുപോലെ സാവധാനം ഓതുക. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, സ്വർഗത്തിലെ നിന്റെ സ്ഥാനം, നിന്റെ ആയത്ത്, നിന്റെ പാരായണം എവിടെ അവസാനിക്കുന്നു അവിടെയാണ്. എവിടെ അവസാനിക്കുന്നു അവിടെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ആയത്ത് ഓതിയാൽ എത്രയാണ് പ്രതിഫലം? ഒരൊറ്റ ആയത്ത് ഓതിയാൽ, ഒരായത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരു ഹർഫ്, ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഫലഹു കദ വകദ ഹസന, അവന് ഇന്ന നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ അത് 10 ഇരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നാൽ അത് ഒരൊറ്റ ഹർഫാണെന്ന്, ഒരൊറ്റ അക്ഷരമാണെന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേവല പാരായണം, അത് കേൾക്കുന്നത് പുണ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, നബിയുടെ സുന്നത്താണ് എന്ത്? ഖുർആൻ കേൾക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറഞ്ഞതുപോലെ, ഖുർആൻ ഓതിത്തരൂ, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, നബി അങ്ങേക്കല്ലേ ഇത് അവതരിപ്പിക്കപ്പെട്ടത്, എന്നിട്ട് ഞാൻ അങ്ങേക്ക് ഓതിത്തരികയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മറ്റൊരാളിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നു. സൂറത്തു നിസായിലെ ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ വജിഅ്നാ ബിക അലാ ഹൗലാഇ ഷഹീദ, നബിയെ താങ്കളെ ഈ ആളുകൾക്ക് സാക്ഷിയായി പരലോകത്ത് നാം കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആയത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്ക്, ഇവിടെ മതി. നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ അത് പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. ഖുർആൻ അത് നീ അർത്ഥമറിയാതെ കേട്ടാൽ പോലും അതിന് നിൻ്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഖുർആൻ അത് ശ്രദ്ധിച്ച് കേൾക്കൂ, അതിൻ്റെ മനോഹാരിത എത്ര അത്ഭുതമാണ്. അത് ഒരാൾ പാരായണം ചെയ്തതുപോലെ ആയിരിക്കില്ല വേറൊരാൾ പാരായണം ചെയ്യുന്നത് കേട്ടാൽ, അതുപോലെ ആയിരിക്കില്ല വേറൊരാൾ പാരായണം ചെയ്യുന്നത് കേട്ടാൽ. അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ കാര്യം. അതിൻ്റെ പഠനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത് മനഃപ്പാഠമാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അത്ഭുതമാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്ന ഈ 2 ചട്ടകൾക്ക് ഉള്ളിൽ ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ആ പുസ്തകത്തിൻ്റെ, ആ മുസ്ഹഫിൻ്റെ അത്രയും പേജുകൾ വരുന്ന ഒരു മലയാള പുസ്തകം മലയാളികളായ നമ്മോട് ഒന്ന് മനഃപ്പാഠമാക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത്ര വരുന്നൊരു പുസ്തകം, അതിൻ്റെ പകുതി, കാൽഭാഗം പോട്ടെ, ഒരു 10 പേജ് മലയാളത്തിൽ എന്തെങ്കിലും ആരെങ്കിലും എഴുതുന്നത്, ഇതൊന്ന് മനഃപ്പാഠമാക്കാൻ പോകും, എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? എത്ര ബുദ്ധിമുട്ടുള്ള, എത്ര ഒരു വലിയ ചുമടായിട്ടായിരിക്കും നമ്മളത് കാണുക. യാ സുബ്ഹാനല്ലാഹ്, ഈ ഖുർആൻ അത് മനഃപ്പാഠമാക്കിയ എത്ര ആളുകൾ, അവരുടെ ഭാഷയല്ല. എന്നിട്ട് ആ മനഃപ്പാഠമാക്കിയവരിൽ ആരൊക്കെയുണ്ട്? ചെറിയ മക്കളുണ്ട്, പ്രായമേറിയവരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഭൗതികമായി വലിയ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അത്ഭുതം നോക്കൂ നിങ്ങൾ. അത് അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. നോക്കൂ, അതിൻ്റെ ഭംഗി കേവലം അതിലെ വാക്കുകളിൽ മാത്രമല്ല, അതിൻ്റെ കോർവയിൽ മാത്രമല്ല, അതിൻ്റെ വാചകങ്ങളുടെ ഘടനയിൽ മാത്രമല്ല, ഈ മനോഹാരിതകൾക്കെല്ലാം ഒപ്പം അതിലെ ആശയം അതിലുമേറെ മനോഹരമാണ്. അതിൽ പറയപ്പെട്ട കാര്യം മുഴുവൻ നന്മയാണ്. അതേറ്റവും സന്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് അവതരിപ്പിക്കുകയും അതുപോലൊന്ന് കൊണ്ടുവരാൻ ആളുകളെ വെല്ലുവിളിക്കുകയും ചെയ്തു. ആരെയാണ് വെല്ലുവിളിച്ചത് നിങ്ങൾ അറിയുമോ? അറബികളിൽ അവരുടെ ഭാഷയിലുള്ള കഴിവ് എന്താണെന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് അവരിൽ ഭാഷാ നൈപുണ്യമുള്ളവർ തീരുമാനിക്കുമായിരുന്നു. അറബികളുടെ ഒരു രീതിയായിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. ഭാഷ കൊണ്ട് അവർ അമ്മാനമാടിയിരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവരിൽ ചില ആളുകൾ ഒരു കാര്യത്തിന് ഒരു പദമുണ്ടാകും അറബിയിൽ, അതൊരു മുതറാദിഫ് ഉണ്ടാവും, അഥവാ പര്യായമായൊരു പദം. അറബികളിൽ ചിലർ പറയാറുണ്ടായിരുന്നു, ചിലർ തീരുമാനിക്കും,
ഒരു ഒരു കാര്യത്തിന് ഒരു പദം പറഞ്ഞു, പിന്നെ അടുത്ത വർഷം വരെ അവൻ ആ പദം ഉപയോഗിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ മുത്തറാദിഫ്, അതിൻ്റെ പര്യായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഒരു കൊല്ലത്തിയാൽ ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു എന്നാണ്. ഇത് അത്രയും ഭാഷയിൽ നൈപുണ്യമുണ്ടായിരുന്ന ആളുകളായിരുന്നു അറബികൾ. ഓരോ കൗമിലേക്കും അള്ളാഹു ഒരു നബിക്ക് നിയോഗിക്കുന്ന നബിക്ക് മുഅ്ജിസത്തായി, ആയത്തായി നൽകുക ആ ജനത വലുതായി കാണുന്ന കാര്യമായിരുന്നു. മൂസ അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ മസ്റിൽ അന്ന് ആളുകൾക്കിടയിൽ വളരെ അവർ മത്സരിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? സെഹറാണ്. സെഹർ പഠിക്കലാണ്. സെഹർ പഠിച്ചവരെ, മായാജാലവും മന്ത്രവാദവും ഒക്കെ പഠിച്ചവരെ വലിയ ബഹുമാനിക്കുന്ന ഒരു സമൂഹമായിരുന്നു ആ സമൂഹം. അതുകൊണ്ടാണ് ഖുർആനിൽ നമുക്ക് കാണാം, ഫറഔനിൻ്റെ കൂട്ടർക്ക് ദുരിതം ബാധിച്ചപ്പോൾ അവർ അള്ളാഹു പരീക്ഷിച്ചപ്പോൾ പല പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. വെള്ളപ്പൊക്കം, അതുപോലെ തവളകൾ, അതുപോലെ രക്തം, കിണറ്റിലും വെള്ളത്തിലൊക്കെ രക്തം, അതുപോലെ പേൻ പോലെയുള്ള ജന്തു, അതുപോലെ ക്ഷാമം, ഇതൊക്കെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചിരുന്നു. എന്തിനു വേണ്ടി? അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, മൂസാ നബിയിൽ വിശ്വസിക്കാൻ. ഇതുപോലുള്ള പ്രയാസം വരുമ്പോൾ അവർ മൂസാ നബിയോട് വന്ന് പറയും, യാ സാഹിറു ദുഉ ലനാ റബ്ബക്, ഓ സാഹിർ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താലും. പണ്ഡിതൻ തഫ്സീറുകൾ കാണാം, അതവർ പരിഹസിച്ച് വിളിച്ചതല്ല, ബഹുമാനിച്ച് വിളിച്ചതാണ് സാഹിർ എന്ന്. കാരണം സാഹിർ എന്നത് അവരുടെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരുന്നു. സെഹർ പഠിക്കുക എന്നത് വലിയ കാര്യം, ചെറിയ കുട്ടികൾ വരെ പഠിപ്പിച്ചിരുന്നു എന്നാണ്. അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് നൽകിയ മുഅ്ജിസത്ത് നോക്കൂ. അവരുടെ സകല സെഹറിനെയും പരാജയപ്പെടുത്തി കളയുന്ന അത്ഭുതമാണ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിന് നൽകിയത്. അത് സെഹറല്ല, അത് യഥാർത്ഥ ആയത്താണ്. ഈസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ആ ആളുകൾ ചികിത്സയുടെ കാര്യത്തിൽ വളരെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അള്ളാഹു ഈസ അലൈഹിസ്സലാമിന് നൽകിയ പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് എന്ത്? ഈസ അലൈഹിസ്സലാം കണ്ണ് കാണാത്ത ഒരാൾക്ക്, എങ്ങനെ കണ്ണ് കാണാത്ത ആളാണ്? നേരത്തെ ഉണ്ടായിരുന്നിട്ട് പോയതല്ല, ജന്മനാ അന്ധനായിരുന്ന ആൾ. അവരുടെ അന്ധത എന്നത് കടുത്തതാണ്. ജന്മന ഒരാൾ അന്ധനാവുക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ആളുടെ മുഖത്ത് ഈസ അലൈഹിസ്സലാം തടവിയാൽ ആൾക്ക് കാഴ്ച ലഭിക്കുമായിരുന്നു, തിരിച്ചു ലഭിക്കുമായിരുന്നു. അതുപോലെ ബറസ് ബാധിച്ച, വെള്ളപ്പാണ്ട് ബാധിച്ച ആൾ, വെള്ളപ്പാണ്ട് വളരെ ഗുരുതരമായ രോഗങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പ്രത്യേകം കാവൽ തേടിയിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുനൂനി വൽ ജുദാമി വൽ ബറസി വസയ്യിൽ അസ്ഖാം. ചില രോഗങ്ങളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കാവൽ തേടിയിട്ടുണ്ട്. ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, അതുപോലെ എല്ലാ വളരെ മോശമായ രോഗങ്ങളും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗങ്ങളെ എണ്ണിപ്പറഞ്ഞ് അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാം. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, നമ്മളെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. രോഗശമനം ഈസ അലൈഹിസ്സലാമിൻ്റെ കയ്യാൽ അള്ളാഹു അവർക്ക് നൽകി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലത്ത് അറബികൾ അഗ്രഗണ്യന്മാരായിരുന്നു. ഏത് കാര്യത്തിൽ? ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ അവർ സംഘടിപ്പിച്ചിരുന്നു. ഓരോ കബീലയിലും ഓരോ ഗോത്രത്തിലും ഒരു ഷായർ, ഒരു കവി ഉണ്ടാകണമായിരുന്നു അവർക്ക്. എന്നിട്ട് ആ കവിയുടെ പേരിൽ അവർ അഭിമാനം കൊള്ളുമായിരുന്നു. അയാൾ ഒരാളെ വേണമെങ്കിൽ പുകഴ്ത്തി ആകാശത്തോളം മുട്ടുന്ന രൂപത്തിലാക്കി കളയും വാക്കുകൊണ്ട്. ഒരാളെ ഇകഴ്ത്തി ഭൂമിക്കടിയിലേക്ക് താഴ്ത്തുന്ന രൂപത്തിലാക്കി കളയും വാക്കുകൊണ്ട്. ഇങ്ങനെ ഭാഷയിൽ കഴിവുണ്ടായിരുന്ന ആളുകൾ, അവരെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ഖുർആൻ അവതരിപ്പിച്ച് അന്താളിപ്പിച്ച് കളഞ്ഞു. അവർ അന്താളിച്ചു പോയി, അക്ഷരാർത്ഥത്തിൽ അന്താളിച്ചു പോയി. അള്ളാഹു അവർ വെല്ലുവിളിച്ചു, ഈ ഖുർആനിലുള്ളതുപോലെ ഈ ഖുർആൻ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരും, എല്ലാവരും വിളിച്ചോളൂ, മനുഷ്യരെ വിളിച്ചോളൂ, നിങ്ങളെ കൂട്ടാളികളായ പിശാചുക്കൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട സാഹിത്യങ്ങളും മറ്റുമൊക്കെ ആളുകൾക്ക് ചെവിയിൽ ഓതിക്കൊടുക്കുന്ന പിശാചുക്കളുണ്ടാവും, അതിനെ വിളിച്ചോളൂ, കൊണ്ടുവരൂ. സാധിച്ചില്ല. 10 സൂറത്ത് കൊണ്ടുവരൂ, സാധിച്ചില്ല. ഒരൊറ്റ സൂറത്ത്, ഒരു സൂറത്ത് ഖുർആനിലെ ചെറിയ സൂറത്ത് നോക്കൂ നിങ്ങൾ. ചെറിയ സൂറത്തുകളുണ്ട്, വൽ അസ്ർ പോലെ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ പോലെ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് പോലെ. അതുപോലെ ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല, ഒരിക്കലും സാധിക്കുകയുമില്ല. അത്ഭുതകരമായ ഖുർആൻ, അത്ഭുതകരമായ ഖുർആൻ. ഓരോരുത്തർ പാരായണം ചെയ്യുമ്പോൾ അതിന് മധുരം വേറെയാണ്. അതുപോലെ നോക്കൂ, അത് പല സന്ദർഭങ്ങളിലും അത് പാരായണം ചെയ്യുമ്പോൾ അത് ആ സന്ദർഭത്തിന് യോജിച്ചതാണെന്ന് തോന്നും. ആ സന്ദർഭത്തിന് യോജിച്ചതാണ് എന്ന് അതിൽ അത്ഭുതം അവസാനിക്കുകയില്ല. പണ്ഡിതന്മാർക്ക്, അറിവ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഖുർആൻ കൊണ്ട് വയറ് നിറയുകയില്ല ഒരു കാലത്തും. എന്ന് പറഞ്ഞാൽ
മതിയാവുകയില്ല, തീരുകയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചില്ല. ഉമർ പറഞ്ഞു, ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടില്ല, മൂസാ നബി പോയതുപോലെ പോയതാണ്, തിരിച്ചു വരും. മൂസാ അലൈഹിസ്സലാം ഖദറിൻ്റെ അരികിലേക്ക് പോയിരുന്നല്ലോ, അതുപോലെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതാണ്, തിരിച്ചു വരും എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ആയത്ത് ഓതി കൊടുത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആരുടെ ഇതാണ് ഏറ്റവും കടുത്ത ഈമാൻ? അബൂബക്കർ സിദ്ദീഖിൻ്റെയാണ് റളിയല്ലാഹു അൻഹു. ഉമറിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തൊട്ട് ശേഷമുള്ള സ്ഥാനത്താണുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സ്ഥിരതയോടെ നിന്നു. മനസ്സിലായില്ലേ? ആ സമയത്ത് സ്ഥൈര്യം കൈക്കൊണ്ടു. പണ്ഡിതന്മാർ അതിൽ നിന്ന് തെളിവൊളിച്ചിട്ടുണ്ട്. എന്ത്? ഒരാൾ മറ്റൊരാളോടുള്ള സ്നേഹം വളരെ കടുത്തതാണ് എന്നതിൻ്റെ അടയാളമായിക്കൊള്ളണമെന്നില്ല. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആകെ ബോധരഹിതനായി വീണ് ആകെ കരഞ്ഞ് ഒച്ചിമുളിയൊക്കെ ഉണ്ടായി അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്നേഹമുള്ളയാൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നുണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ചെയ്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ചുംബിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് നബിയുടെ മുഖത്തുണ്ടായിരുന്ന തുണി നീക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈൻ അമ്മൽ മൗതതു അല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹ. നബി, അങ്ങേക്ക് അല്ലാഹു രണ്ട് മരണം വിധിച്ചിട്ടില്ല. അങ്ങേക്ക് വിധിച്ച മരണം അങ്ങ് മരണപ്പെട്ടിരിക്കുന്നു. മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദു അല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും ഇബാദത്ത് ചെയ്തത് മുഹമ്മദിനെ ആയിരുന്നുവെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും ഇബാദത്ത് ചെയ്തത് അള്ളാഹുവിനെ ആയിരുന്നുവെങ്കിൽ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ്. ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള അബൂബക്കർ സിദ്ദീഖിൻ്റെ വാക്കാണ്. എന്നിട്ട് ആയത്ത് ഓതി കൊടുത്തു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില انقلبتم على അഖാബിക്കും. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഒരു റസൂൽ മാത്രമാണ്. അവിടത്തേക്ക് മുൻപ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഈ ദീനിൽ നിന്ന് പുറംതിരിഞ്ഞു പോവുകയോ, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, ഓ നബി അങ്ങ് മരിക്കും അവരും മരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അപ്പോൾ കേൾക്കുന്നത് പോലെ തോന്നിപ്പോയി എനിക്ക് ആയത്ത്. അതിനു മുമ്പ് അവർ അത് കേൾക്കുകയും പഠിക്കുകയും മനഃപ്പാടമാക്കുകയും ചെയ്തവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ. പക്ഷെ അവർ പറയുകയാണ് ഇപ്പോൾ ഇറങ്ങിയതുപോലെ എന്ന് എനിക്ക് തോന്നിപ്പോയി. അവരെല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിലൂടെ ആ ആയത്ത് സ്വീകരിച്ച് അവരെല്ലാം അത് ഓതിക്കൊണ്ടിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഉഹദ് യുദ്ധത്തിന് സമയത്ത് ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സൂറത്ത് ആല ഇമ്രാൻ ആയത്താണത്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഉഹദിലെ പരാജയം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിൻ്റെ ആമുഖമാണ്, അതിൻ്റെ മുന്നോടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്ക് അവരെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുക്കുക എന്ന ഹിക്മത്ത് കൂടി ഉഹദിലെ പരാജയത്തിനുണ്ട്. കാരണം ആ സമയത്ത് എന്ത് കിംവദന്തി പറഞ്ഞിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന്. ചില ആളുകൾ ആ സമയത്ത് പറഞ്ഞു നബി കൊല്ലപ്പെട്ടു. അപ്പോൾ അവരാകെ തളർന്നു. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു, ഇനി പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യം, ഇനി പോരാടുക തന്നെ, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഈ ലോകത്തിന് നമ്മൾ ബാക്കിയായിട്ട് എന്ത് കാര്യം, അതുകൊണ്ട് ഇനി പിന്തിരിഞ്ഞു പോവുകയല്ല, ഇനി പോരാടുക തന്നെ എന്ന് ചിലർ പറഞ്ഞു എന്ന് ഉഹദിൻ്റെ ചരിത്രത്തിൽ കാണാം. സുബ്ഹാന, എന്തായിരിക്കും അവരുടെ സ്ഥിതി? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മദീന മുഴുവൻ ഇരുട്ടിൽ മൂടിയതായി ഞങ്ങൾക്ക് തോന്നി. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ മണ്ണ് ഇട്ടപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സ് മാറി. അതുവരെ ഉണ്ടായിരുന്ന ശുദ്ധിയും അതുവരെ ഉണ്ടായിരുന്ന മനസ്സിലെ ആ ഒരു കേടുപാടുമില്ലാത്ത നല്ല അവസ്ഥയുമൊക്കെ മാറിപ്പോയതായി ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിൻ്റെ വഹയുമായിട്ടാണ് അവരിൽ ഉണ്ടായിരുന്നത്. പറഞ്ഞത് നോക്കൂ, ഖുർആനിൻ്റെ അത്ഭുതം ഇത്രയും വലുതാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ പ്രിയമുള്ളവരെ അതീവ ശ്രദ്ധ ചെലുത്തുക. അതിനുവേണ്ടി അമൂല്യമായത് ചെലവഴിച്ചാൽ പോലും നമുക്ക് നഷ്ടമില്ല. പിന്നെയാണോ നമ്മുടെ ഒരു കുറഞ്ഞ സമയം അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ ഒരു കുറഞ്ഞ സമയം ചെലവഴിക്കുക എന്നത് എത്ര നല്ല കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി
ഉണർത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്ത് നമ്മൾ ആരംഭിച്ചതുപോലെ പഠിക്കാനും അതിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും പൂർത്തീകരിക്കാനും ജീവിതത്തിൽ പാലിക്കുവാനും എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ ബഖറയുടെ തഫ്സീറാണ് നമ്മൾ ഈ മജ്ലിസിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ മുസ്ഹഫിൽ പിന്നെ വരുന്ന സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ മുസ്ഹഫിൽ വരുന്ന സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ഈ സൂറത്തിനാണ്. ആയത്തു അൽ കുർസി അഅ്ളമു ആയ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്ത് ഈ സൂറത്തിനാണ്. അതുപോലെ ഈ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ ഖവാതീമു സൂറത്തുൽ ബഖറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആയത്തുകൾ. ഖവാതീമു സൂറത്തുൽ ബഖറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാനത്തെ 2 ആയത്തുകൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്? തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഇതുപോലെ ഒന്നില്ല. അതുപോലെ നോക്കൂ, 2 പ്രകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഒന്ന് ഫാത്തിഹയും അതുപോലെ അവസാനത്തെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളുമാണ്. രാത്രിയിൽ അത് ഓതിക്കിടന്നാൽ കഫറ്റാ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവനത് മതി. ഒരുപാട് ഖൈറുകൾക്ക് പകരം ഒരുപാട് ഷർറുകളിൽ നിന്ന് അവന് കാവലായി അത് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കഫറ്റാ, അവന് മതി എന്ന്. അത് ഈ സൂറത്തിനാണ്. സൂറത്തുൽ ബഖറ മദനീയത്തായ സൂറത്താണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്. ഖുർആനിലെ സൂറത്തുകൾ 2ആയി അതിൻ്റെ നുസൂൽ പരിഗണിച്ചുകൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്. മക്കിയ അതുപോലെ മദനിയ. മക്കിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജറയ്ക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ടത് എന്നല്ല, മദീന ഹിജറയ്ക്ക് മുൻപ്. മക്ക അല്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് അവതരിപ്പിക്കപ്പെട്ടാലും അതിനെന്താണ് പറയുക? മക്കിയത്തായ സൂറത്ത് എന്നാണ് പറയുക. അതുപോലെ നോക്കൂ, മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ മദീനയിൽ അവതരിക്കണമെന്നില്ല, മദീന ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടതായാൽ മതി. അതുകൊണ്ടാണ് നമുക്കറിയാം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. സൂറത്തുൽ മാഇദയിലെ ആയത്ത്, സൂറത്തുൽ മാഇദ മദനിയത്തായ സൂറത്താണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൻ്റെ സമയത്ത് അറഫയുടെ ദിവസം ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവതരിപ്പിക്കപ്പെട്ടത്. അത് മക്കക്കടുത്താണ്. അറഫ മക്കയുടെ ഉള്ളിൽ വരുന്ന സ്ഥലമാണ്, ഹറമിന് പുറത്ത്. പക്ഷേ അത് മദനീയത്തായ സൂറത്തിലെ ആയത്താണ്. കാരണം മദീന ഹിജറയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ട്. അങ്ങനെയാണ് പൊതുവെ പറയാറുള്ളത്. സൂറത്തുൽ ബഖറ മദനീയത്തായ സൂറത്താണ്. ഈ സൂറത്തിൽ ഒരുപാട് ദീനിയായ വിധിവിലക്കുകൾ, അഹ്കാമുകൾ അടങ്ങിയിട്ടുണ്ട്. അത് മദനീയത്തായ സൂറത്തുകളുടെ ഒരു പ്രത്യേകതയാണ്. മക്കിയത്തായ സൂറത്തുകളുടെ പ്രത്യേകതയാണ് പൊതുവേ ദൈർഘ്യം കുറഞ്ഞ ആയത്തുകൾ, ശക്തമായ ശൈലി, തൗഹീദ്, പരലോകം തുടങ്ങിയ ദീനിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ കൂടുതലായും ഊന്നിയും പറയുക. ഇത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളുടെ പൊതുവായ പ്രത്യേകതയാണ്. മദീനയിലെ സൂറത്തുകളുടെ പൊതുവായ പ്രത്യേകതയാണ് ഒരൽപ്പം ദൈർഘ്യമേറിയ ആയത്തുകൾ. അതുപോലെ വിഷയങ്ങൾ, ദീനിൻ്റെ വിധിവിലക്കുകൾ ധാരാളം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. സക്കാത്തും നോമ്പും ഹജ്ജും ഇസ്ലാമിലെ ജിഹാദും അതുപോലെ മറ്റുള്ള മര്യാദകളും ഇതൊക്കെ മദനീയത്തായ സൂറത്തുകളാണ്. കാരണം മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായതിനു ശേഷം ആണ് ഇസ്ലാമിലെ യുദ്ധമുണ്ടായത്. അതുപോലെ ധാരാളം വിധിവിലക്കുകൾ തൗഹീദ് ഉറച്ച് വിശ്വാസം ഉറച്ചതിന് ശേഷമുള്ള മുഅ്മിനീങ്ങളോട് ആണ് അള്ളാഹു പഠിപ്പിച്ചത്. അതുപോലെ ശൈലി മക്കയിലെ സൂറത്തുകളിലുള്ളതിനേക്കാൾ മൃദുലമായ ശൈലിയാണ്. കാരണം അഭിസംബോധിതരാണ് മുഅ്മിനീങ്ങളാണ്. ഇത് മദനീയത്തായ സൂറത്തുകളുടെ പൊതുവായ പ്രത്യേകതയാണ്. ഒരുപാട് വിധിവിലക്കുകൾ, അഹ്കാമുകൾ, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അതുപോലെ ധാരാളം വിഷയങ്ങളെക്കുറിച്ച്
കാണാം. എത്രത്തോളം സൂറത്തുൽ ബഖറയെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം ഇബ്ൻ കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഹിയ മുഷ്തമിലത്തുൻ അല അൽഫി ഖബർ വ അൽഫി അംർ വ അൽഫി നഹി. ആയിരക്കണക്കിന് ഖബറുകൾ എന്നാൽ വിവരങ്ങൾ, വൃത്താന്തങ്ങൾ, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇന്നതാണ് കാര്യം, അതിനാണ് ഖബർ എന്ന് പറയുക. അംർ എന്നാൽ കൽപ്പന, നഹി എന്നാൽ വിലക്കാണ്. ആയിരക്കണക്കിന് ഇതുപോലുള്ള കാര്യങ്ങൾ സൂറത്തു അൽ ബഖറയിൽ ഉണ്ട്. ഒരു ആയത്തിൽ തന്നെ ധാരാളം വിധിവിലക്കുകളുണ്ട്. അതുപോലെ നോക്കൂ, ഖുർആനിൽ ഏറ്റവും ദൈർഘ്യമേറിയ ആയത്ത് ഈ സൂറത്തിലാണ്. ഏതാണ് ആയത്ത്? ആയത്തുദ്ദൈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. നമ്മുടെ കൈകളിലുള്ള മുസ്ഹഫ് എടുത്തു നോക്കിയാൽ ഒരു പേജ് ഒന്നാകെ ആ ആയത്ത് കാണാം. കടവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് ആ ആയത്തിലുള്ളത്. സൂറത്തുൽ ബഖറയുടെ ഫദായിലുകളാണ് നമുക്കിത് മനസ്സിലാക്കാനുള്ളത്, അതിൻ്റെ ശ്രേഷ്ഠതകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. ഫഇന്നൽ ബൈതല്ലദീ യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറത്തി ലാ യദ്ഖുലുഹു ശൈത്താൻ. സൂറത്തുൽ ബഖറ ഫഇന്നൽ ബൈതല്ലദീ യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലുഹു ശൈത്താൻ. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കുകയില്ല. മറ്റൊരു റിവായത്തിൽ കാണാം, ഫഇന്ന ശൈത്താന യഫിറു മിനൽ ബൈത്തില്ലദീ യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിപ്പോകുന്നതാണ്. എന്താ രണ്ട് റിവായത്തിൽ തമ്മിലുള്ള വ്യത്യാസം? ഒന്നിൽ കയറുകയില്ല, രണ്ടാമത്തേതിലോ ഉള്ളത് പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? കയറാത്തത് കയറുകയുമില്ല, കയറിയത് അവിടെ നിൽക്കുകയുമില്ല. എന്തുകൊണ്ടും ഷെയ്ത്താനിൽ നിന്ന് സംരക്ഷണമാണ് സൂറത്തു അൽ ബഖറ പാരായണം ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുക. നോക്കൂ, ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, ഒരിക്കൽ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി രാത്രി സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു കുതിരയെ കെട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു മകൻ യഹ്യ അവിടെ കിടക്കുന്നുമുണ്ട്. ഖുർആൻ ഇദ്ദേഹം ഓതുമ്പോൾ ഈ കുതിര ചാടുകയാണ്. ഉസൈദ് ഇബ്നു ഹുദൈർ പാരായണം നിർത്തുമ്പോൾ അത് ചാട്ടം നിർത്തുന്നു, വീണ്ടും ഓതുന്നു, ഇത് വീണ്ടും ചാടുന്നു. നിർത്തിയപ്പോൾ അത് നിർത്തി. അപ്പോൾ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പേടിച്ചു. മകൻ അവിടെ കിടക്കുന്നുണ്ട്, മകനെ ഇത് ചവിട്ടിക്കളയും എന്ന് പേടിച്ചു. അങ്ങനെ അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഒരു മേഘവും അതിൽ വിളക്കുകളും കാണുകയുണ്ട്, വെളിച്ചവും കാണുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം രാവിലെ പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുമ്പോൾ പറയുകയാണ്, ഇഖ്റ യാ ഇബ്നു ഹുദൈർ, ഇബ്നു ഹുദൈർ നീ പാരായണം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ രംഗം ആ സമയത്ത് നീ ഓതണമായിരുന്നു, പിന്നെ ഓതണമായിരുന്നു. അപ്പോൾ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, മകൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അതിനെ കുതിര ചവിട്ടിക്കളയും എന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ ഞാൻ മുകളിലേക്ക് നോക്കി. فرفعت رأسي إلى السماء فإذا مثل الظلة فيها أمثال المصابيح. അതിൽ മേഘം പോലെ ഞാൻ കണ്ടു, അതിനുമേൽ അതാ വിളക്കുകൾ പോലെ വെളിച്ചവും ഞാൻ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വതദ്രി മാ ഹാദാ, നിനക്കറിയുമോ? വതദ്രി മാ ദാക, അതെന്തായിരുന്നു എന്ന് നിനക്കറിയുമോ? ഉസൈദ് പറഞ്ഞു, ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക്കൽ മലായിക, അത് മലക്കുകളായിരുന്നു. അതുകൊണ്ടാണ്, അത് കണ്ടിട്ടാണ് ഈ കുതിര എന്ത് ചെയ്തത്? ചാടിയത്. ദനത് ലി സൗതിക്, ദിൻ്റെ ശബ്ദം കേട്ട് അതിനോട് അടുത്ത് വന്നതാണ്. വലൗ ഖറഅത ലഅസ്ബഹത് യൻദുറു الناس ഇലൈഹാ ലാ തതവറ മിൻഹും. നീ എങ്ങാനും രാവിലെ വരെ പാരായണം ചെയ്തിരുന്നുവെങ്കിൽ മലക്കുകൾ ജനങ്ങൾക്ക് കാണുമാറ് അവിടെ തന്നെ നിൽക്കുമായിരുന്നു, മറയുമായിരുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഇമാം ബുഖാരിയുടെ സഹീഹിൽ വന്നിട്ടുള്ള ഹദീസാണ്. നോക്കൂ, ഈ സൂറത്തു അതുപോലെ ഇതിൻ്റെ കൂടെ സൂറത്തു ആല ഇമ്രാനും പരിശുദ്ധ ഖുർആനിലെ ബാക്കി സൂറത്തുകൾക്ക്, ഒരുപാട് സൂറത്തുകൾക്ക് ഇല്ലാത്ത ശ്രേഷ്ഠത, അഥവാ അതിനേക്കാൾ ശ്രേഷ്ഠത. അള്ളാഹുവിൻ്റെ കലാം മുഴുവൻ ശ്രേഷ്ഠമാണ്, എന്നാൽ അതിൽ ചിലതിനേക്കാൾ കൂടുതൽ ഫദ്ൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം,
ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി ശാഫിഅൻ ലി അസ്ഹാബിഹി, ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് ശുപാർശ പറയുന്നതായി പരലോകത്ത് വരുന്നതാണ്. അള്ളാഹുവിൻ്റെ കലാം നാളെ പരലോകത്ത് അത് പാരായണം ചെയ്തവർക്ക് വേണ്ടി സാക്ഷി പറയും. അള്ളാഹു അങ്ങനെ നിശ്ചയിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഇഖ്റഉ അസ്സഹറാവൈൻ, സഹറാവൈൻ നിങ്ങൾ പാരായണം ചെയ്യുക. അതായത് അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, പ്രകാശം നൽകുന്ന രണ്ടെണ്ണം അഥവാ രണ്ട് സൂറത്തുകൾ, അൽ ബഖറ അഥവാ ആല ഇമ്രാൻ, സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും നിങ്ങൾ പാരായണം ചെയ്യുക. ഫഇന്നഹുമാ യഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാൻ ഔ ഗയായതാൻ ഔ ഫിർഖാൻ മിൻ തൈരിൻ സവാഫ് തുഹാജ്ജാനി അൻ സാഹിബിഹിമ. ഈ രണ്ട് സൂറത്തുകൾ നാളെ പരലോകത്ത് രണ്ട് മേഘങ്ങൾ പോലെ വരും. ഔ ഗയായതാൻ, അല്ലെങ്കിൽ മേഘങ്ങളല്ലെങ്കിലും ഒരു തണൽ പോലെ വരും. ഔ ഫിർഖാൻ മിൻ തൈരിൻ സവാഫ്, അല്ലെങ്കിൽ ചിറകുകൾ വിടർത്തിപ്പിടിച്ച പക്ഷികളുടെ കൂട്ടം പോലെ വരും. തുഹാജ്ജാനി അൻ സാഹിബിഹിമ, ഈ രണ്ട് സൂറത്തുകൾ പഠിച്ച അത് പ്രാവർത്തികമാക്കിയ ആളുകൾക്ക് വേണ്ടി ഇത് വാദിക്കും. പണ്ഡിതന്മാർ വിശദീകരിച്ചെന്ന് കാണാം. അഥവാ പരലോകത്ത് തണലില്ലാത്ത ആ നാളിൽ ഈ സൂറത്തുകൾ പഠിച്ച അതിൻ്റെ ആളുകൾക്ക്, അത് പാരായണം ചെയ്തവർക്ക് അത് തണലായി വരുന്നതാണ്. അതുപോലെ അള്ളാഹുവിനോട് ഇവർക്ക് വേണ്ടി വാദിക്കുമെന്ന് പറഞ്ഞാൽ ന്യായം പറയാൻ ന്യായങ്ങളെല്ലാം മുട്ടിപ്പോകുന്ന നാളാണത്. നാവ് പൊങ്ങാത്ത നാളാണ്. ആ നാളിൽ ഒരാൾ നിനക്ക് വേണ്ടി സംസാരിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തള്ളിക്കളയാത്ത ശുപാർശ നിനക്ക് വേണ്ടി പറയുക എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്. ചിന്തിച്ച് നോക്കൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദുനിയാവിൽ ഒരു എന്തു പറയണമെന്നറിയാത്ത, എന്നാൽ വാദിക്കേണ്ട ആവശ്യം വരുന്നൊരു സന്ദർഭത്തിൽ വാക്കുകളില്ലാതാകുന്ന, പിന്തുണ ഇല്ലാതാകുന്ന സമയത്ത് ആളുകളൊക്കെ വാക്ക് കേൾക്കുന്ന ഒരാൾ വന്ന് നമുക്ക് വേണ്ടി സംസാരിച്ചാൽ എന്തൊരു ആശ്വാസമായിരിക്കും. ഇത് പരലോകമാണ്, അന്ത്യനാളാണ്. അന്ത്യനാൾ അള്ളാഹു അനുവാദം നൽകിയവരല്ലാതെ സംസാരിക്കാത്ത, ന്യായങ്ങളും മറുപടികളും ഇല്ലാതെ തളർന്നു പോകുന്ന നാളാണിത്. നസ്അലുല്ലാഹൽ ആഫിയ. അവിടെയാണ് ഈ സഹായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്റഉൽ ബഖറ, ആ രണ്ട് സൂറത്തുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ബഖറയെക്കുറിച്ച് പ്രത്യേകം പറയുക, നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതുക. ഫഇന്ന അഖ്ദഹാ ബറക വതർകഹാ ഹസ്റ വലാ തസ്തതീഉഹാ അൽ ബതല. ഫഇന്ന അഖ്ദഹാ ബറക, ഇത് പഠിക്കുക, ഇത് സ്വീകരിക്കുക, ഇത് പ്രാവർത്തികമാക്കുക എന്നത് ബറക്കത്താണ്, അനുഗ്രഹമാണ്. വതർകഹാ ഹസ്റ, ഇത് ഉപേക്ഷിക്കുക നഷ്ടമാണ്, ഉപേക്ഷിക്കൽ നഷ്ടമാണ്. വലാ തസ്തതീഉഹാ അൽ ബതല, ബതലത്തിന് ഇത് സാധിക്കുകയില്ല. ബതലത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത് സഹറത്ത് എന്നാണ്, സാഹിറുകൾ. അഥവാ സാഹിറുകൾക്ക് ഇത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ സൂറത്ത് കൊണ്ട് സംരക്ഷണ കവചം നേടിയിട്ടുള്ള, ഈ സൂറത്ത് മുഖേന അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുള്ളവൻ്റെ ആ കോട്ട തകർത്ത് അവൻ ഉപദ്രവിക്കാൻ സാഹിറുകൾക്ക് സാധ്യമല്ല. സെഹറിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഏറെ ആശ്വാസം ലഭിക്കാൻ ഈ സൂറത്ത് സഹായിക്കും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരാൾക്ക് തോന്നുന്നുണ്ടോ, സൂറത്തുൽ ബഖറ ധാരാളമായി പാരായണം ചെയ്യുക. ഒറ്റ ഇരിപ്പിന് മുഴുവൻ പാരായണം ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ചെയ്യുക. അതല്ലേ കുറച്ച് കുറച്ചായി പാരായണം ചെയ്യാൻ സാധിക്കുമോ പാരായണം ചെയ്ത് പൂർത്തിയാക്കുക, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് അതിൽ നിന്ന് മുക്തി നേടാൻ ഇൻഷാ അള്ളാഹ് ഇത് മുഖേന സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അതിന് തെളിവാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ, ഓതിയ ശേഷം കയ്യിലൂതി തടവാനെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആവർത്തിച്ച് പാരായണം ചെയ്യുക, നല്ല കാര്യമാണ്. അതുപോലെ സാഹിറുകൾക്ക് ഇത് പാരായണം ചെയ്യാൻ സാധ്യമല്ല എന്നും അതിന് വിശദീകരണം പറയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു തആല അലം. ഇത് നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്താ ബിൽ ഖുർആൻ യൗമൽ ഖിയാമ വഅഹ്ലിഹി അല്ലദീന കാനൂ യഅമലൂന ബിഹി. പരലോകത്ത് ഖുർആൻ വരും, അതുപോലെ ഖുർആൻ കൊണ്ട് ജീവിച്ച, ഖുർആൻ പ്രാവർത്തികമാക്കിയ ആളുകളും വരും. തഖ്ദുമുഹു സൂറത്തുൽ ബഖറ വ ആലു ഇമ്രാൻ. അതിൻ്റെ മുന്നിലുണ്ടാവുക സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനുമാണ്. ഖുർആൻ വരുമ്പോൾ മുന്നിലുണ്ടാവുക സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഖദ അൽ അവ്വല മിനൽ ഖുർആൻ ഫഹുവ ഹബ്റുൻ. ആരെങ്കിലും ഖുർആനിലെ ആദ്യത്തെ 7 സൂറത്തുകൾ പഠിച്ചാൽ ഫഹുവ ഹബ്റുൻ, അവൻ ഹബ്റാണ് അഥവാ പണ്ഡിതനാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മുൻഗാമികൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇമ്രാനും സൂറത്തു നിസാവും പഠിച്ചവരെ വലിയ ഇൽമുള്ളവരായി കണക്കാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കേവലം ഹിഫ്ളാക്കല്ല അതിൻ്റെ ഉദ്ദേശം, പക്ഷെ അത് അഹ്കാമുകൾ, വിധിവിലക്കുകൾ പഠിക്കേണ്ടതുണ്ട്. കേവല ഹിഫ്ളിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ 7 സൂറത്തുകൾ എന്ന് പറഞ്ഞു. അതിന് സബ്ഉ തിവാൽ, 7 സുദീർഘമായ സൂറത്തുകൾ എന്ന് പറയാറുണ്ട്. ചില പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത് അൽ ബഖറ, ആല ഇമ്രാൻ, അടുത്ത സൂറത്ത് ഏതാ? സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, പിന്നെ അൻആം, അറാഫ്, അംഫാൽ, അൻആം, അറാഫ്, അതിനുശേഷം സൂറത്തു യൂനുസ്. പണ്ഡിതന്മാർ ഈ സ്വാസം പറഞ്ഞ സുദീർഘമായ 7 എന്നതിൽ ഇങ്ങനെയാണ് മുൻഗാമികൾ പലരും എണ്ണിയിട്ടുള്ളത്. ഇമാം ഇബ്നു കസീർ അത് പ്രത്യേകം പറഞ്ഞതായി കാണാം. സുദീർഘമായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, അൽ ബഖറ, അൽ ഇമ്രാൻ, സൂറത്തുൽ മാഇദ, സൂറത്തു അൻആം, അറാഫ്, അംഫാൽ, അതുപോലെ യൂനുസ്. നമ്മൾ മുസ്ഹഫിൽ നമ്മൾ ഇന്ന് കാണുന്ന ആ തർത്തീബിലുള്ള, കാരണം ഈ തർത്തീബ് എന്ന് പറയുന്നത് സൂറത്തുകളുടെ തർത്തീബ് അത് സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ഇജ്തിഹാദ് കൊണ്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഖുർആനിൽ തർത്തീബുകൾ 3 എണ്ണമുണ്ട്. ഒന്ന് വാക്കുകളുടെ തർത്തീബ്, 2 ആയത്തുകളുടെ തർത്തീബ്, 3 സൂറത്തുകളുടെ തർത്തീബ്. വാക്കുകളുടെ തർത്തീബ് മാറ്റാൻ പാടില്ല. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ എന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തന്നെ ഓതണം. ഒരാൾ ലില്ലാഹിൽ ഹംദു റബ്ബിൽ ആലമീൻ എന്ന് ഓതിയാൽ അത് പാടില്ല, അങ്ങനെ ഓതാൻ പാടില്ല. അതുപോലെ ആയത്തുകളുടെ തർത്തീബ് മാറ്റാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, ഒരാൾ മാലിക് യൗമിദ്ദീൻ ആദ്യം ഓതാൻ പാടുണ്ടോ? പാടില്ല. എന്നാൽ സൂറത്തുകളുടെ തർത്തീബ് ഒരാൾ അൽ ബഖറ ഓതി അതിനുശേഷം ആല ഇമ്രാൻ ഓതുന്നില്ല, സൂറത്തു നിസാ ഓതി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യാതൊരു കുഴപ്പമില്ല. അത് സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരുടെ ഇജ്തിഹാദാണ്. ഈ നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫിൽ സൂറത്തുകൾ ഇങ്ങനെ ക്രോഡീകരിച്ചത് സഹാബത്ത് അവർ തീരുമാനിച്ചതാണ്. അതേസമയം ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്. ഇന്ന സൂറത്തിൽ ഇന്നേടത്ത് ഇന്ന ആയത്ത്, അത് അള്ളാഹുവിൻ്റെ വഹിയാണ്. അതിനനുസരിച്ചാണ് അവർ മുസ്ഹഫ് ക്രോഡീകരിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ചു, അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച്. സൂറത്തുകളുടെ തർത്തീബ് അത് നമുക്ക് മാറ്റിയാൽ, അത് നമ്മൾ ഓതുമ്പോൾ മാറ്റിയാൽ കുഴപ്പമില്ല. അതുപോലെ നോക്കൂ, അതുകൊണ്ടാണ് അതിനുള്ള തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി നിസ്കരിക്കാൻ നിന്നു. സഹാബി പിന്നിൽ പോയി നിസ്കരിച്ചു. ഹദീഫ റളിയല്ലാഹു അൻഹു, ഹദീഫ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറ ഓതി. ഞാൻ വിചാരിച്ചു സൂറത്തുൽ ബഖറ തീർന്നാൽ നബി റുക്കൂയിൽ പോകുമെന്ന്. സൂറത്തുൽ ബഖറ കഴിഞ്ഞ് സൂറത്തുൽ നിസാ ഓതി, പിന്നെ ആലു ഇമ്രാൻ ഓതി. അപ്പോൾ അതെന്തിനുള്ള തെളിവാണ്? ഈ തർത്തീബ് കുഴപ്പമില്ല എന്നതിനുള്ള തെളിവാണ്. നോക്കൂ, നിങ്ങൾ സ്വലാസ് നമസ്കാരങ്ങൾ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടു പോകും. അവർ ഒരിക്കലും സുദീർഘമായ ഖുർആൻ ഓതി നിസ്കരിക്കുന്നത് പ്രയാസപ്പെട്ടിട്ടല്ല. പിന്നെയോ സുബ്ഹാനല്ലാഹ് അവർ അത് അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ടാണ്, അങ്ങേയറ്റം ആസ്വദിച്ചു ആ ഖുർആനിലെ ആ അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിക്കൊണ്ടാണ് അവരത് പാരായണം ചെയ്തത്. പ്രയാസപ്പെട്ടുകൊണ്ടല്ല. ഖുർആൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെതായ ദറജയിലെത്തിത്തീർന്നാൽ നമുക്ക് ഇതിനേക്കാൾ മനോഹരമായി, ഇതിനേക്കാൾ അധികം ഓതാൻ സാധിക്കും. ഒരാൾക്ക് അതിലുള്ള അറിവിനും അതിനുള്ള ആസ്വാദനത്തിനും അനുസരിച്ച് അയാളുടെ ഈ കാര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, സഹാബത്ത് റളിയല്ലാഹു അൻഹും പിൽക്കാലത്ത് മുസൈലിമയുമായി ഉണ്ടായ യുദ്ധത്തിൽ, യമാമ യുദ്ധത്തിൽ, മുസൈലിമ അൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ, അവൻ്റെ ഗോത്രമായ ബനു ഹനീഫ, അവരിലെ ഒരുപാട് പേർ കള്ളപ്രവാചകന്മാരിൽ മുസ്ലിമീങ്ങൾക്ക് പഴയകാലത്ത് ഏറ്റവും ദ്രോഹമുണ്ടാക്കിയ ഒരുവനായിരുന്നു മുസൈലിമ അൽ കദ്ദാബ്. കാരണം ബനു ഹനീഫ ഗോത്രക്കാർ ഒരുപാട് പേർ അവൻ്റെ പിന്നിൽ അണിനിരന്നു. അവരുമായുള്ള യുദ്ധത്തിൽ ധാരാളം സഹാബത്ത് കൊല്ലപ്പെട്ടു. റിയാദിനടുത്താണ് അവരുമായി സഹാബത്ത് യുദ്ധം ചെയ്ത സ്ഥലം, യമാമ. അപ്പോൾ നോക്കൂ, ആ യുദ്ധത്തിൽ യുദ്ധത്തിലൊരു ഷിആർ ഉണ്ടാകുമെന്നാണ്. ഷിആർ അഥവാ യുദ്ധത്തിലൊരു
ഒരു ആവേശം ലഭിക്കാൻ എന്തെങ്കിലും ഒരു വാക്ക്, ഒരു 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 പദപ്രയോഗം അവരിങ്ങനെ ഉച്ചത്തിൽ പറയും. സഹാബത്ത് യമാമ യുദ്ധത്തിൽ പറഞ്ഞിരുന്ന വാക്ക് യാ അസ്ഹാബ സൂറത്തുൽ ബഖറ എന്നായിരുന്നു. സൂറത്തുൽ ബഖറയുടെ ആളുകളെ എന്നായിരുന്നു അവർ പരസ്പരം വിളിച്ചിരുന്നത്. യുദ്ധത്തിൽ ആവേശം ഉണ്ടാക്കാൻ വിളിക്കുന്ന ചില വാക്കുകൾ ഉണ്ടായിരുന്നു. പഴയ സ്വാസ്മയുടെ കാലത്തെ യുദ്ധം മുതലേ അങ്ങനെ ഉണ്ടായിരുന്നു. യമാമ യുദ്ധത്തിൽ അവരുടെ വാക്ക് ഇതായിരുന്നു. നോക്കൂ നിങ്ങൾ, അത് അവരെ പിടിച്ചു നിർത്തുന്ന, അൽ ബഖറ പഠിക്കാൻ അത് പാരായണം ചെയ്യാൻ സബർ കാണിച്ച ആളുകളാണ് അവർ. അതിനേക്കാൾ വലിയ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങളിൽ സബർ കാണിക്കേണ്ട ആളുകളാണ് എന്ന സൂചന അതിലുണ്ട്. വല്ലാഹു തആല അലം. ഇത് നോക്കൂ, നമ്മൾ ഈ സൂറത്തിലെ അതിൻ്റെ തഫ്സീറിലേക്ക് കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഈ സൂറത്ത് ആരംഭിച്ചിട്ടുള്ളത് അലിഫ് ലാം മീം എന്നീ 3 അക്ഷരങ്ങൾ കൊണ്ടാണ്. ഖുർആനിലെ പല സൂറത്തുകളും ഇങ്ങനെയുള്ള ഹർഫുകൾ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് അതിന് പറയുക. അൽ ഹുറൂഫു അൽ മുഖത്തഅ അഥവാ അത് ഒരു സാധാരണ അറബികൾ ഉപയോഗിക്കുന്ന, അഥവാ അവർ ആശയവിനിമയം നടത്താൻ പ്രയോഗിക്കുന്ന പദങ്ങളിൽപ്പെട്ടതല്ല. പിന്നെ അക്ഷരങ്ങളാണ്, വേറെ വേറെയായ അക്ഷരങ്ങളാണ്. അലിഫ് ലാം മീം, അതുപോലെ അലിഫ് ലാം റ, യാസീൻ, താഹ, ഖാഫ്, സാദ്, നൂൻ, കാഫ് ഹാ യാ ഐൻ സാദ്, ഹാമീം. ഇതൊക്കെ എന്താണ്? ഇത് പറയും അൽ ഹുറൂഫു അൽ മുഖത്തഅ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് നോക്കൂ, അറബികൾ അവരെന്ത് ഭാഷ സംസാരിച്ചു അതിനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അറബികൾക്കിടയിൽ അവർ എന്തെങ്കിലും പദം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, അല്ലെങ്കിൽ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഇങ്ങനെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അക്ഷരങ്ങൾക്ക് അതിനിന്നതാണ് അർത്ഥം എന്നതല്ല ശരി. പിന്നെയോ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്തിനാണിത് പറഞ്ഞത്? വല്ലാഹു അലം. അത് പറഞ്ഞതിന് പിന്നിൽ അള്ളാഹുവിന് ഉദ്ദേശമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം, ഒരക്ഷരവും വെറുതെ അവനിൽ നിന്നുണ്ടാവുകയില്ല. അവൻ്റെ വാക്കൊന്നും വെറുതെ അല്ല. അതിൻ്റെ ഉദ്ദേശം വല്ലാഹു തആല അലം. പല മുൻഗാമികളും പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുള്ളത്. നോക്കൂ, ഈ അക്ഷരങ്ങൾ പോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടുള്ള പദങ്ങൾ മാത്രമാണ് ഖുർആനിലുള്ളത്. നിങ്ങൾക്കറിയാവുന്ന അക്ഷരങ്ങൾ. അറബിയിലെ 28 അക്ഷരങ്ങളുണ്ടോ, ആ 28 അക്ഷരങ്ങൾ കൊണ്ടുള്ള പദങ്ങളെ ഖുർആനിലുള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും മനുഷ്യർക്ക് അറിയാത്ത ഏതെങ്കിലും അക്ഷരങ്ങളുണ്ടോ? ഇല്ല. ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആനുള്ളത്. പക്ഷേ എന്നിട്ടുകൂടി നിങ്ങൾക്കറിയാവുന്ന അക്ഷരങ്ങളും പദങ്ങളുമാണ്. എന്നിട്ടും ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. വല്ലാഹു അലം. അതുകൊണ്ടാണ് ഈ ഹുറൂഫുൽ മുഖത്തഅ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വന്നിട്ടുള്ള സൂറത്തുകളിൽ അള്ളാഹു തൊട്ടുടനെ അല്ലെങ്കിൽ പിന്നീട് ഖുർആനിൻ്റെ കാര്യം ഉണർത്തിയത് കാണാം. നിങ്ങൾ ഈ സൂറത്ത് തന്നെ നോക്കൂ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്. ഇതാണ് കിതാബ്, ലാ റൈബ ഫീഹ്, ഇതിൽ യാതൊരു സംശയവുമില്ല. അൽ ഇമ്രാൻ എടുത്ത് നോക്കൂ. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഹക്കുമായി അള്ളാഹു കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ നോക്കൂ, സൂറത്തുൽ അറാഫ് തുടങ്ങുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം സാദ് കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ. അതുപോലെ സൂറത്ത് ഇബ്രാഹിം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ الناس من الظلمات إلى النور. നബിയെ താങ്കൾക്ക് അവതരിപ്പിച്ച കിതാബാണിത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക. സൂറത്തു സജ്ദ വെള്ളിയാഴ്ചകൾ നമ്മൾ ഓതുന്ന, ഫജ്റിന് ഓതുന്ന സൂറത്ത് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായ കിതാബാണിത്. സൂറത്തു ഫുസ്സിലത്ത് ഹാമീം തൻസീലുൻ മിനർ റഹ്മാനിർ റഹീം. ഹമീം, ഇത് റഹ്മാൻ റഹീമുമായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായതാണ്. സൂറത്തു ശൂറ ഹാമീം ഐൻ സീൻ ഖാഫ് കദാലിക യൂഹി ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക അല്ലാഹുൽ അസീസുൽ ഹകീം. നബിയെ താങ്കൾക്ക് ഇങ്ങനെയാണ് അള്ളാഹു വഹി നൽകുന്നത്. ഈ രൂപത്തിൽ ഈ ഹുറൂഫുൽ മുഖത്തഅ പറഞ്ഞയിടത്ത് തൊട്ടുടനെ അല്ലെങ്കിൽ പിന്നീട്
പൊതുവെ ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കാണാം. അതാണ് മുൻഗാമികൾ പലരും വിശദീകരിച്ചിട്ടുള്ളത്. ഇതാ ഈ അക്ഷരങ്ങൾ കൊണ്ടുള്ളതാണ് ഖുർആൻ. പക്ഷേ ഇതുപോലുള്ളത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഖുർആനിലെ 29 സൂറത്തുകൾ ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ്. 29 സൂറത്തുകൾ ശ്രദ്ധിക്കുക. അതിൽ അൽ ബഖറയും ആല ഇമ്രാനും ഒഴികെ ബാക്കിയെല്ലാം മക്കിയത്തായ സൂറത്തുകളാണ്. അൽ ബഖറയും ആല ഇമ്രാനും ഒഴികെ ബാക്കിയെല്ലാം മക്കിയത്തായ സൂറത്തുകൾ. കാരണം അവിടെ നമുക്ക് മനസ്സിലാക്കാം, കാരണം മക്കയിലാണ് ഖുർആനിൻ്റെ എതിരാളികളുള്ളത്. അള്ളാഹു അവതരിപ്പിച്ചതല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ളത് എവിടെയാണ്? മക്കയിലാണ്. മക്കിയത്തായ സൂറത്തുകളിലാണിത് കൂടുതലുള്ളത്. ഇത് മാത്രമല്ല, നോക്കൂ, ഈ അക്ഷരങ്ങൾ വന്ന് പറഞ്ഞാൽ ഇത് 14 അക്ഷരങ്ങളുണ്ട്. അത് അറബിയിലെ ആകെ അക്ഷരങ്ങളുടെ നേരെ പകുതിയാണ്. 14 അക്ഷരങ്ങളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. 14 ഹർഫുകളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് അറബിയിൽ ആകെ 28 അക്ഷരങ്ങളുടെ പകുതിയാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഹർഫുകളെ പല ഭാഗങ്ങളാക്കി തിരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ, ഉള്ളിൽ നിന്ന് പറയേണ്ട അക്ഷരങ്ങൾ, അതുപോലെ കൽക്കലയുടെ അക്ഷരങ്ങൾ, അക്ഷരങ്ങളുടെ ശബ്ദത്തിനും അത് ഉച്ചരിക്കുമ്പോഴുള്ള പ്രത്യേകതയും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഏതേത് വിഭാഗത്തിൽ നിന്നുള്ള അക്ഷരങ്ങളും ഈ 14 എണ്ണത്തിൽ ഉണ്ട്. 14 അക്ഷരങ്ങളാണ്. അലിഫ്, ലാം, മീം, സാദ്, റാ, കാഫ്, യാ, ഐൻ, താ, സീൻ, ഹ, ഖാഫ്, നൂൻ, ഹ. ഈ 14 അക്ഷരങ്ങൾ ഇമാം ഇബ്നു കസീർ പറയുകയുണ്ടായി, ഈ 14 അക്ഷരങ്ങൾ ഒരാൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ഒരു വാചകം പഠിച്ചു വെച്ചാൽ മതിയാവും. ഒരു വാചകം പഠിച്ചു വെച്ചാൽ മതി. നസ്സുൻ ഹക്കീമുൻ ഖാത്തിഉൻ ലഹു സിറുൻ. നസ്സുൻ ഹക്കീമുൻ ഖാത്തിഉൻ ലഹു സിറുൻ. നസ്സുൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ്, ഒരു ഭാഗം, ഒരു ഭാഗം, ഒരു പാഠഭാഗം. ഹക്കീമുൻ നല്ല യുക്തിഭദ്രമായ ഭാഗം. ഖാത്തിഉൻ ഖണ്ഡിതമായൊരു പാഠഭാഗം. ലഹു സിറുൻ അതിനു പിന്നിലൊരു രഹസ്യവുമുണ്ട്. ഇതൊരു പഠിച്ചു വെക്കാനുള്ളൊരു വാക്ക് മാത്രമാണ്. അറബിയിൽ പൊതുവെ പണ്ഡിതന്മാരും മതവിദ്യാർത്ഥികളും എല്ലാം ചില കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് ചില വാചകങ്ങൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേരുകൾ ഒരാൾക്ക് പഠിക്കണോ, വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു വഴിയാണ് ഹജസ സഖറുൻ സമഅഹു എന്ന വാക്ക് പഠിച്ചു വെച്ചാൽ മതി. ഹജസ സഖറുൻ സമഅഹു. ഹജസ എന്ന് പറഞ്ഞാൽ ഒരാൾ സംരക്ഷിച്ചു, വേണ്ടാത്തയിലേക്കൊന്നും കൊണ്ടുപോയില്ല. സഖറുൻ, സഖർ എന്നാൽ ഒരാളെ പേരാണ്. അറബികൾ പണ്ട് കാലത്തെ വിളിച്ചിരുന്ന പേരുകളിൽ ഒന്നാണ് സഖർ. സമഅഹു, തൻ്റെ കാത് സഖർ സംരക്ഷിച്ചു, കാരണം വേണ്ടാത്തത് കേൾക്കാനൊന്നും പോയില്ല എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവും അതിനുണ്ട്. അർത്ഥമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹിഫ്ളാക്കാം. ഈ അക്ഷരങ്ങൾ നോക്കൂ. ഹജസ സഖറുൻ സമഅഹു. ഹ ഹഫ്സ റളിയല്ലാഹു അൻഹ. ജീം ജുവൈരിയ റളിയല്ലാഹു അൻഹ. സായി 2 സൈനബുമാർ, സൈനബ് ബിൻത്ത് ജഹ്ഷ്, സൈനബ് ബിൻത്ത് ഖുസൈമ. സഖറുൻ സാദ്, സാദിലാരാണ്? സഫിയ റളിയല്ലാഹു അൻഹ. സഫിയാണ് സാദ്. ഖ ഖദീജ. റ റംല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിലൊരാളാണ് റംല. അവരുടെ പേരാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പേര് റംല എന്നാണ്. റ. സമഅഹു സീൻ, സീനിലാരാണ്? സൗദ. മീം മൈമൂന റളിയല്ലാഹു അൻഹ. ഐൻ ആയിഷ. ഹ ഹിന്ദ്, ഹിന്ദാണ് ഉമ്മു സലമ. റംല ഉമ്മു ഹബീബയാണ് റളിയല്ലാഹു. ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാണ്. റംല ഉമ്മു ഹബീബ, അബൂ സുഫിയാൻ റളിയല്ലാഹുവിൻ്റെ മകളായ ഉമ്മു ഹബീബയാണ് റംല എന്നാണ് അവരുടെ പേര്. റളിയല്ലാഹു അൻഹ വഅർദാഹ. അതുപോലെ ഹിന്ദ് ആരുടെ പേരാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പേരാണ്. അപ്പോൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേര് പഠിച്ചു വെക്കാൻ ഈ വാചകം പഠിച്ചാൽ മതി. ഹജസ സഖറുൻ സമഅഹു. അതുപോലെ പറഞ്ഞതാണിത്. നസ്സുൻ ഹക്കീമുൻ ഖാത്തിഉൻ ലഹു സിറുൻ. ഈ അക്ഷരങ്ങളാകട്ടെ നോക്കൂ, ഇത് ഒരൊറ്റ അക്ഷരത്തിൽ ആരംഭിച്ച സൂറത്തുകളുണ്ട്. ഒരൊറ്റ അക്ഷരം. ഉദാഹരണത്തിന് സാദ് വൽ ഖുർആനി ദി ദിക്ർ, ഒരൊറ്റ അക്ഷരമാണ് സാദ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ,
ഖാഫ്. അതുപോലെ 2 അക്ഷരങ്ങൾ വന്ന സൂറത്തുകളുണ്ട്. ഉദാഹരണത്തിന് ഹമീം, യാസീൻ, താഹ തുടങ്ങിയത്. അതുപോലെ 3 അക്ഷരങ്ങളിൽ വന്ന സൂറത്തുകളുണ്ട്. അലിഫ് ലാം മീം റ, അലിഫ് ലാം മീം, അതുപോലെ അലിഫ് ലാം റ, അതുപോലെ താസീം മീം, താസീം മീം. ഇത് 4 അക്ഷരങ്ങളിൽ വന്നിട്ടുള്ള സൂറത്തുകളുണ്ട്. അലിഫ് ലാം മീം സാദ്, അലിഫ് ലാം മീം റ. ഏറ്റവും പരമാവധി വന്നിട്ടുള്ളത് 5 അക്ഷരങ്ങളാണ്. കാഫ് ഹാ യാ ഐൻ സാദ്, അതുപോലെ ഹാമീം ഐൻ സീൻ ഖാഫ്, ഐൻ സീൻ ഖാഫ്. ഇതെല്ലാം നോക്കൂ, ഞാൻ പറഞ്ഞ ഈ പാഠങ്ങളെല്ലാം നമുക്ക് പ്രാഥമികമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇസ്തിഖ്റായിലൂടെ ഒരാൾക്ക് ഖുർആനിലെ ആയത്തുകൾ, സൂറത്തുകൾ പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് പഠിക്കാൻ ഉപയോഗപ്പെടുന്ന പാഠങ്ങൾ മാത്രമാണ്. ഇതിലപ്പുറത്ത് നോക്കൂ, ഈ പറഞ്ഞ ഓരോന്നിനും ഇന്ന അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് യാസീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് പോലെയുള്ള അഭിപ്രായങ്ങൾ ശരിയല്ല, അത് ശരിയല്ല. അതുപോലെ താഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് എന്ന അഭിപ്രായം, അത് ശരിയല്ല. മറിച്ച് ഈ പറഞ്ഞത് ഖുർആനിൽ അള്ളാഹു ഈ അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ളതാണ്, ഹുറൂഫുൽ മുഖത്ത. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ അത് അർത്ഥമുള്ള പേരുകളാണ്, നമുക്ക് അർത്ഥം അറിയാവുന്ന പേരുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇന്ന പേരുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഹ്മദാണ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ ഹാഷിറാണ്, ഞാൻ ആഖിബാണ്, ഞാൻ മാഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഹാഷിർ എന്ന് പറഞ്ഞാൽ ആളുകളെ ഒരുമിച്ച് ചേർക്കുന്നത്, അഥവാ എനിക്ക് പിന്നാലെയാണ് ആളുകളെ അള്ളാഹു ഒരുമിച്ച് ചേർക്കുക. ആഖിബാണ്, അവസാനം വന്ന ആളാണ്, എനിക്ക് ശേഷം വേറൊരു നബിയില്ല. മാഹിയാണ്, മാഹി എന്നെ തുടച്ചു മാറ്റുക, അള്ളാഹു എന്നെ കൊണ്ട് കുഫറിനെ തുടച്ചു നീക്കിയിരിക്കുന്നു. നബിയുർ റഹ്മ, അതെൻ്റെ പേരാണ്. ഞാൻ നബിയുർ റഹ്മ, റഹ്മത്തിൻ്റെ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ മുഹമ്മദാണ്, അഹ്മദാണ്. മുഹമ്മദ്, അഹ്മദ് രണ്ടും ഹമീദായ സിഫത്തുകൾ, അഥവാ സ്തുത്യർഹമായ വിശേഷണങ്ങൾ അറിയിക്കുന്ന പേരുകളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, മുഹമ്മദ് അതിൻ്റെ വലിപ്പവും അഹ്മദ് അതിൻ്റെ എണ്ണവും സൂചിപ്പിക്കുന്നു. സ്തുത്യർഹമായ വിശേഷണങ്ങൾ ഉള്ളയാൾ എന്നാണ് രണ്ടുപേരുടെയും അർത്ഥം, മുഹമ്മദും അതുപോലെ അഹ്മദും. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, മുഹമ്മദ് അതിൻ്റെ വലിപ്പം സൂചിപ്പിക്കുന്നു, ആ നല്ല വിശേഷണങ്ങളുടെ വലിപ്പം. അഹ്മദ് എന്നത് അതിൻ്റെ എണ്ണം ധാരാളമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ പറയുകയുണ്ടായി. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളാണ്. നബി എൻ്റെ പേരുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളെല്ലാം നോക്കി നമുക്ക് മനസ്സിലാകാതൊക്കെ ആളുകൾക്ക് അറിയാവുന്ന അർത്ഥമുണ്ട്. എന്നാൽ ഈ വാക്കുകളാകട്ടെ, താഹ, യാസീൻ എന്നീ അക്ഷരങ്ങൾ, അതല്ലാത്ത അക്ഷരങ്ങൾ, അറബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആശയവിനിമയത്തിന് ഉപയോഗിച്ച പദങ്ങളല്ല, അറബികളുടെ ഭാഷയിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് നാം അങ്ങനെ തന്നെ മനസ്സിലാക്കണം, അത് ഹർഫുകളാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് പറഞ്ഞ് ബഹുഭൂരിപക്ഷം ആയത്തുകളിലും ഖുർആനെ കുറിച്ച് പരാമർശിച്ചതിനാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഹർഫുകൾ മാത്രമാണ് ഖുർആനിലുള്ളത്, എന്നിട്ടും എന്താണ് നിങ്ങൾക്ക് ഇതുപോലുള്ളത് കൊണ്ടുവരാൻ സാധിക്കാത്തത്? ഈ ഖുർആൻ പോലെ, അല്ലെങ്കിൽ അതിലെ 10 സൂറത്തുകൾ പോലെ, അതല്ലെങ്കിൽ ഒരു സൂറത്ത് പോലെ, ഇതാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് അടുത്ത ആയത്ത് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനും പാലിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.